എറണാകുളം കുട്ടമ്പുഴ വനമേഖലയിൽ കാണാതായ 3 സ്ത്രീകളെയും തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അറക്കമുത്തി എന്ന വനമേഖലയിൽ നിന്നാണ് അവരെ കണ്ടെത്തിയത്. 6 കിലോമീറ്റർ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ ഇവർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. 3 പേരും വളരെ സുരക്ഷിതമായി തന്നെ വനമേഖലയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിൽ ലഭിച്ചിരിക്കുകയാണ്. പോയതാണ്, ആനേനെ കണ്ട് മാറിയതാ. നിങ്ങൾ സ്ഥിരം പോണ വഴിയായിരുന്നു, വഴി തെറ്റിപ്പോയോ? ഇല്ല, ഞങ്ങള് സ്ഥിരം പോണ വഴിയൊക്കെ അറിയായിരുന്നു. പക്ഷെ ചേച്ചിക്ക് വഴി ആനേനെ കണ്ടപ്പോ മാറി നടന്നതാ. അപ്പൊ വഴി മാറിപ്പോയി. നിങ്ങൾക്ക് ചേച്ചിയുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുവായിരുന്നോ? ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. നിൽക്കുവായിരുന്നു. രാത്രി മൊത്തം പാർക്കറ്റിന്റെ മേളിലായിരുന്നു. ആണോ? ആന താഴെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു? ആന ഉണ്ടായിരുന്നു. ആന ഒരിക്കലും ബഹളം ഒച്ചപ്പാടുമായിരുന്നു. ഇപ്പൊ അത്ര അകത്തേക്ക് പോയില്ലേ? ഓ, ഒത്തിരി അകത്തേക്ക് പോയി. ഈ പശുക്കൾ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? തിരിച്ചു വന്ന വിവരം? ഓ, കൊച്ചു വിളിച്ചു അറിഞ്ഞു. എന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരികയായിരുന്നു? ഞങ്ങക്ക് തിരിച്ചു പോരാൻ പറ്റാതെ വന്നു. ആന കാരണം ആന വഴിക്ക് നിക്കണ കൂടുതൽ അകത്തേക്ക് പോയി നിന്നു. അവിടെ നിന്നു. രാത്രി മൊത്തം അവിടെ തന്നെയായിരുന്നു? രാത്രി എവിടെയായിരുന്നു? പാറയുടെ മേലെ തന്നെ ഇരുന്നു അല്ലേ? ഇവരെ എപ്പോഴാ കണ്ടത്? ഇവര് രാവിലെ നിങ്ങൾ വരുമായിരുന്നു? ഞങ്ങള് വരുമായിരുന്നു. ആശുപത്രി പോണ്ട വരുമോ? കുഴപ്പമൊന്നുമില്ല. ചേച്ചി പേരെന്ന് പറഞ്ഞു? രണ്ടാമത്തെ ആളെയാണ്. ചേച്ചിയെ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ഡാർലി. ചേച്ചിയെ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു. രാത്രി എവിടെയായിരുന്നു കഴിഞ്ഞ രാത്രി? ഒരു പാറയുടെ മുകളിലായിരുന്നു. പാറയുടെ മുകളിലായിരുന്നു. മതിയായ പാറ ആണല്ലേ? ആന ഉണ്ടായിരുന്നു ചേച്ചി? ആനയുണ്ടായിരുന്നു. ചേച്ചി ഇന്നലെ എന്നെ പറ്റിയതാ. ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ആനയെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റാതിരുന്നാണോ? എന്താ സംഭവിച്ചത്? ഞങ്ങള് ആന ഓടിച്ചു. വട്ടം നിൽക്കുവായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം അവിടെ നമ്മളെല്ലായിടത്തും ഷാബു ഒക്കെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. അവ ശബ്ദമുണ്ടാക്കുന്നതൊക്കെ കേൾക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തിരിച്ചു വരാൻ കഴിയാതെ പോയത്. അപ്പോൾ രാത്രി മുഴുവൻ അവർ പാറക്കെട്ടിൽ തന്നെ തുടരുകയായിരുന്നു എന്നാണ് മടങ്ങിയെത്തിയവർ പറയുന്നത്. സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്നലെ പശുവിനെ അന്വേഷിച്ച് പോയതാണ്. പശുവിനെ അന്വേഷിച്ച് പോയിട്ട് ഞങ്ങക്ക് പശു വീട്ടിലെ മുമ്പെത്തി. തെറ്റുകൂടാതെ പറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട, ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞുപോയി. കിടക്കണ്ട, ഞങ്ങൾ പുറകോട്ടായി പോയി. അതാണ് ഞങ്ങൾ ആ മണ്ടേ. നല്ല പരിചയമുള്ള ആളാ എനിക്ക്. ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? ഉറങ്ങിയിട്ടില്ല, ഒരുപാട് കണ്ണുറങ്ങിയിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വലിയ വിരിച്ച പാറയായിരുന്നു. ഒരു പെരയുടെ അത്രയുണ്ട്. അപ്പൊ എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങൾ പിടിക്കില്ല. അഥവാ കൈനട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കൂര ഇട്ടായിരുന്നു. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ടേ അതുപോലെ ഇരുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു 2 മണി വരെ ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാന്ന് തോന്നണം. ആന ചുറ്റുപാടും ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ഉച്ചയായപ്പോ പോയതാ. വഴിതെറ്റി പോയി ഞങ്ങൾ നടന്ന് ഈ കല്ലിന്റെ ചോട്ട് ചെന്നപ്പോഴേക്കും മണി 6 ആവാൻ പോവാ. പിന്നെ ഇരുട്ടല്ലേ. പോവാ, വനത്തിലേക്ക് പോയി. ഞങ്ങള് പ്ലാന്റേഷൻ കവിഞ്ഞു പോയി. ഇപ്പൊ നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങളുടെ കയ്യില് വരാൻ വേണ്ടി പോയതല്ലേ, അങ്ങനെ ഒരു ഞങ്ങള് രാത്രി ഞങ്ങൾ അവിടെ 2 മണിയോട് ഞങ്ങളിവിടെ ലൊക്കേഷനിൽ അവിടെ എത്തി. 5-6 ആനത്താര ഞങ്ങള് കഴിഞ്ഞാ പോയ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറി പോയി ഞങ്ങളും കൂടെ പോയത്. നല്ല പരിചയം. മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച് പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ. ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ. അപ്പൊ ആളാണ് ലീഡ് ചെയ്ത്. ആരുടെ അടുത്തും മിണ്ടണ്ട, ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 6 കിലോമീറ്റർ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ആന ഓടി വന്നു.
തൊട്ടടുത്ത് തന്നെയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇവർ കാണുന്നുണ്ട്, ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട്, ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു, അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറയാന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയം ഉണ്ടായി, ആരാണ് കാടിന്റെ അകത്താലോ. അപ്പൊ അങ്ങനെ ഒരു പേടി കൊണ്ട് ഇവര് അത് അതിനെ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയുന്നത്. തൊട്ടടുത്ത് ഞങ്ങൾ അവിടെ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഇവര് പറഞ്ഞ അനുസരിച്ച് ഒരു ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട്, അവിടെയാന്ന് പറഞ്ഞത്. ആ റേഡിയസിൽ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ, സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ്. അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് നിന്നു. ഇവർ കൂവുന്നു, ഇവർ പക്ഷേ പ്രതികരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം. നിങ്ങളും ആനയുടെ ഇടയിൽ കുടുങ്ങിയായിരുന്നു? ഞങ്ങൾ ആനയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു 5-6 ആനത്താര ഞങ്ങൾ കഴിഞ്ഞാൽ പോയ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറി പോയി ഞങ്ങളും കൂടെ പോയത്. കാടിനെ നല്ല പരിചയമുള്ള നല്ല പരിചയം. മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച് പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ, എല്ലാ ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ. അപ്പൊ ആളാണ് ലീഡ് ചെയ്ത്, ആരുടെ അടുത്തും മിണ്ടണ്ട, ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 6 കിലോമീറ്റർ പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ആന ഓടി വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊരു വലിയ മരമായിരുന്നു, ആ മരത്തിന് മറിഞ്ഞു ആന പോയി കഴിഞ്ഞതിന് ശേഷം അന്നേരം ഒന്നും നടങ്ങി. അത് പിന്നെ കാര്യമായിട്ട് പേടിച്ചില്ല. ആന പോയി കഴിയുമ്പോൾ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഫോറസ്റ്റുകാരൊക്കെ അന്വേഷിക്കാനുള്ള അങ്ങനെ ഇനിയിപ്പൊ വീട്ടിൽ എന്താ പ്രതികരണം ഒന്നും അറിയില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ. ആൾക്കാര് ഷുഗർ പേഷ്യന്റ് ആണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആളാണ്. നാട്ടുകാർ മൊത്തം പുറത്തുപ്പെട്ടു. ഞങ്ങള് ഇന്നലെ 6 മണിക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല, പിന്നെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം, നല്ല തണുപ്പും. പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാ. പിന്നെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തായിരിക്കും വിഷമം പ്രയാസം. യെസ്, അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് 3 പേരും. കുട്ടമ്പുഴ വനമേഖലയിൽ ഇന്നലെ പശുവിനെ തിരഞ്ഞുപോയ 3 പേരും വനത്തിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ വഴിതെറ്റിപ്പോയി അവർ വനമേഖലയിൽ തന്നെ, ഉൾവനത്തിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. അവിടെ അറക്കമുത്തി എന്ന വനമേഖലയിൽ നിന്നാണ് ഒടുവിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഒരു പാറക്കെട്ടിൽ തന്നെ അവർ ഇന്നലെ രാത്രി മുഴുവൻ അവർ അവിടെ ചിലവഴിക്കുകയായിരുന്നു. സമീപത്തൊക്കെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടം തങ്ങളെ ഓടിക്കുകയും അതുകൊണ്ടാണ് വഴിതെറ്റിയത് എന്നൊക്കെയാണ് അവർ പറയുന്നത്.